ഇൻസ്കോപ്പിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് മലയാള സിനിമാ ലോകത്ത് ഏറ്റവും ചർച്ചയാകുന്ന സിനിമയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എമ്പുരാൻ 2019-ലെ സൂപ്പർ ഹിറ്റ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എന്ന നിലയിൽ ഈ സിനിമയിലേക്കുള്ള ആകാംക്ഷ അതിരുകടന്നതാണ്. മോഹൻലാൽ വീണ്ടും സ്റ്റീവൻ നെടുമ്പള്ളിയായി തിരിച്ചുവരുമ്പോൾ ഇത് ഒരു ത്രില്ലർ എന്റർടൈനറായിരിക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു ആരാധകർ. എമ്പുരാന്റെ കഥയുടെ ഹൃദയഭാഗം സ്റ്റീവൻ നെടുമ്പള്ളിയുടെ രണ്ടാം മുഖമാണ്. ഖുറേഷി അബ്രാം അവൻ ആരാണ്? അവന്റെ ശക്തിയുടെ ഉറവിടം എവിടെയാണ്? ഈ ചോദ്യങ്ങൾക്ക് എമ്പുരാൻ മറുപടി നൽകും. മലയാള സിനിമയുടെ ലെവൽ ഉയർത്തിയ സാങ്കേതിക മികവാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. എമ്പുരാൻ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രം തിരുത്തുകയാണ്. എമ്പുരാൻ ഒരു വിഷ്വൽ സ്പെക്ടക്കിൾ ആണ്. മലയാള സിനിമയുടെ നിലവാരം ഒരു പടി കയറ്റിയ ഈ സിനിമയിലെ VFX, CGI, ക്യാമറ വർക്ക് എല്ലാം ഹോളിവുഡ് നിലവാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ആഗോള ലൊക്കേഷനുകളായ അമേരിക്ക, റഷ്യ, ദുബായ്, യൂറോപ്പ് എന്നിവിടങ്ങളിൽ ചിത്രീകരിച്ച സീക്വൻസുകൾ സിനിമയ്ക്ക് ഒരു ബ്രാൻഡ് ലുക്ക് നൽകുന്നു. ആക്ഷനുകൾ, കാർ ചേസേഴ്സ്, എക്സ്പ്ലോഷൻസ്, ഹാൻഡ് ടു ഹാൻഡ് കോംബാറ്റ് എന്നിവ റിയലിസ്റ്റിക് ആൻഡ് ഹൈ ഓപ്റ്റെയിൻ ആയതുകൊണ്ടാണ് സിനിമയുടെ ത്രില്ലറിന്റെയും മാസിന്റെയും നട്ടെല്ലായത്. ഫൈറ്റ് കോറിയോഗ്രഫി ലോകോത്തര നിലവാരത്തിൽ ഒരുക്കിയതിന്റെ ഫലം ഓരോ ആക്ഷൻ രംഗത്തും കാണാം. അതിനൊപ്പം സിനിമാറ്റോഗ്രഫി ആൻഡ് സൗണ്ട് ഡിസൈൻ തികച്ചും ഇമേഴ്സീവ് അനുഭവമാണ് നൽകുന്നത്. ഡ്രോൺ ഷോട്ട്സ്, ലോങ് ടേക്സ്, സ്ലോ മോഷൻ എഫക്ട്സ് എന്നിവ കാഴ്ചയിൽ അതിശയിപ്പിക്കുന്നു. ഈ ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് തീർച്ചയായും മലയാളം സിനിമയുടെ ടെക്നോളജിക്കൽ എവല്യൂഷനിന്റെ ഉയർച്ചയാണ്. ഈ മലയാള സിനിമ ഇത്രമേൽ ടെക്നിക്കലി പെർഫെക്റ്റ് ആയ മറ്റൊരു സിനിമ കണ്ടിട്ടുണ്ടോ? എമ്പുരാന്റെ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും കളക്ഷനും. എമ്പുരാൻ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രം തിരുത്തുകയാണ്. റിലീസായ ആദ്യ ദിനം മാത്രം 22 കോടി രൂപ കളക്ഷൻ നേടിയ ഈ മഹാസിനിമ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 100 കോടി രൂപ ക്ലബിൽ ഇടം നേടി. ഇത്രയും വേഗത്തിൽ 100 കോടി കടന്ന ആദ്യത്തെ മലയാളം സിനിമ എന്ന റെക്കോർഡും ഈ ചിത്രം സ്വന്തമാക്കി. പ്രേക്ഷകർ തിയേറ്ററുകളിൽ കൈയടിച്ച് സ്വീകരിച്ച ഈ സിനിമ സാമൂഹ്യ മാധ്യമങ്ങളിലും ട്രെൻഡിംഗ് ആണ്. കൂട്ടിയിടി തിയേറ്ററുകൾ ഇനിയും ഹൗസ്ഫുൾ ആയി നിറഞ്ഞു നിൽക്കുമ്പോൾ വേൾഡ് വൈഡ് കളക്ഷൻ 200 കോടി കടക്കുമോ എന്ന ആകാംക്ഷയും ഉയർന്നിട്ടുണ്ട്. കൂടാതെ OTT ആൻഡ് ഡിജിറ്റൽ റൈറ്റ്സ് നേടിയെടുക്കാൻ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം പോലുള്ള വലിയ പ്ലാറ്റ്ഫോമുകൾ കാത്തിരിക്കുകയാണ്. എമ്പുരാൻ നിങ്ങൾ തിയേറ്ററിൽ കണ്ടോ? നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു? കോമെന്റ് ചെയ്യൂ. എമ്പുരാന്റെ അവസാന രംഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ ഒരു വലിയ സൂചന ഉണ്ടെന്ന് ആരാധകർ ഉറപ്പിക്കുന്നു. L3 ദ ബിഗിനിംഗ് വരാൻ സാധ്യതയുണ്ടോ? പൃഥ്വിരാജ് തന്നെയും മോഹൻലാലും നൽകിയ ചില സൂചനകൾ അനുസരിച്ച് ഈ ഫ്രാഞ്ചൈസ് ഇനിയും തുടരാൻ സാധ്യതയാണ്. L3-ൽ കഥ എവിടേക്ക് നീങ്ങും? സ്റ്റീവൻ നെടുമ്പള്ളിയുടെ രാജ്യം കൂടുതൽ ശക്തിപ്പെടുമോ? അല്ലെങ്കിൽ പുതിയ പ്രതിസന്ധികൾ അവനെ കാത്തിരിക്കുമോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ നമ്മൾക്ക് കാത്തിരിക്കേണ്ടി വരും. പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ സിനിമയെ പിന്തുടരുന്നത്. അതേസമയം L3 വരണമോ? നിങ്ങളുടേത് എന്താണ് അഭിപ്രായം? കമന്റിൽ പങ്കുവയ്ക്കൂ. മലയാളം സിനിമയുടെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസ് രൂപം കൊണ്ടോ? എമ്പുരാൻ മലയാളം സിനിമയുടെ ഫ്യൂച്ചർ ആകുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കോമെന്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.